ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ടിഷ്യൂ പേപ്പറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീട് നമ്മൾ കാർഡ്ബോർഡ് പീസുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഇതിൽ വെച്ച് നോക്കിയതിന് ശേഷം ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെയാണ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അതിന്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മടക്കി കൊടുത്ത് അവിടെ ആയിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴെ നമുക്കൊരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുക്കണം. നമുക്കിതൊരു ഫ്ലവർ പോട്ട് പോലെ ചെയ്തെടുക്കാനുള്ളതാണ്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിന്റെ താഴെയായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വരുന്ന ഈ ഒരു ഭാഗം ഇവിടെ ആയിട്ട് വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്തെടുക്കുന്ന പൂക്കളെല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ ഈ ഒരു ഭാഗത്ത് ഗ്രീൻ കളർ പെയിന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ അതിൽ മുഴുവനും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങാനായി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്കിനി അതിൽ ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കൾ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു രണ്ട് കളർ ടിഷ്യൂ പേപ്പറും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും ഈ ഒരു പാത്രം വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് പീസും ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമത് മടക്കിയ ആ ഒരു മടക്ക് നമ്മൾ നിവർത്തിയതിന് ശേഷം വീണ്ടും ഇതുപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ മടക്കി എടുത്തിട്ടുള്ളത് എന്നൊന്നും കൂടെ നോക്കാം. ഇനി നമ്മൾ ഇവിടെ ഫ്ലവറിന്റെ ഇതളിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 6 ഇതളുകളുള്ള പൂക്കളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതാ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിന്റെ ഇതളുകൾ ഒന്നും കൂടെ കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്നും കൂടെ മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി അതിന്റെ ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതളിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവറും നമ്മൾ മടക്കി കൊടുത്ത് ഇതളിന്റെ ആ ഒരു ഭാഗം ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് കളർ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ നമുക്ക് ഇതിന് മുകളിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫെവിക്കോൾ ബോട്ടിലിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പറയണം. ടിഷ്യൂ പേപ്പർ വെച്ചും ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഫ്ലവറും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ നമുക്ക് ഇതിന്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. വീണ്ടും നമ്മളിത് ഫെവിക്കോൾ ബോട്ടിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ 2 പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിന്റെ നടുക്ക് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കണം. നമ്മളതിവിടെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയാണ് നമ്മൾ ഫ്ലവറിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന 3 പൂക്കളിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പേപ്പർ നമ്മൾ ഇതുപോലെ മടക്കി ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്.
അതിൻ്റെ ആ ഒരു വെയിൻസിന്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കളും ഇലകളും എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അതെല്ലാം ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളാണ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ ഇലകളെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കൾ നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഓരോ ഫ്ലവറിന്റെ താഴെയും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന 3 പൂക്കളും നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തത് കാണുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ വീണ്ടും ഇലകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ സാറ്റേൺ റിബൺ ബോ ഷേപ്പിലാക്കി എടുത്ത് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ നടുക്കായിട്ട് നമ്മളൊരു സ്റ്റോണും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചെടുത്തും ചുമരിൽ വെക്കാം. ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചുമരിൽ തൂക്കിയിടാനുള്ളത് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പറും കാർഡ്ബോർഡ് പീസുകളും വെച്ച് ചെയ്തെടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.